2023 ഒക്ടോബർ 29 ഇതുണ്ടാകുന്നത്, ആക്രമണം ഉണ്ടാകുന്നത്. 8 ആളുകൾ കൊല്ലപ്പെടുന്നു, 50 ആളുകൾ പരിക്കേറ്റുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അതിന് മുമ്പുണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. പക്ഷേ അതിൻ്റെ 1-ാം വാർഷികം 2024 ഒക്ടോബർ 29 അതിൻ്റെ 1-ാം വാർഷികം നടക്കുന്നതിൻ്റെ തലേ ദിവസം 2024 ഒക്ടോബർ 28 ആ കേസിലെ UAPA പിൻവലിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. അതെന്തായിരിക്കും? 8 മനുഷ്യർ കൊല്ലപ്പെട്ട 50-ലേറെ ആളുകൾക്ക് പരിക്ക് പറ്റിയ ഒരു സ്ഫോടനം, കേരള ചരിത്രത്തിൽ ഏറ്റവും മാരകവും ഭീകരവുമായിട്ടുള്ള ഒരു ആക്രമണം. അതിലൊരു പ്രതിയേ ഉള്ളൂ എന്നുള്ള തമാശ വേറെ കിടക്കുന്നുണ്ട്. അതിലെ പ്രതിക്കെതിരെ ചുമത്തിയ UAPA അതിൻ്റെ വാർഷികത്തിൻ്റെ തലേന്ന് പിൻവലിക്കാൻ തീരുമാനിക്കുകയാണ് സർക്കാർ. ഇതെവിടെയാണെന്ന് നോക്കുന്നത്? കളമശ്ശേരി. ഈ കളമശ്ശേരിക്ക് വേറൊരു ചരിത്രമുണ്ട്. 2005 സെപ്റ്റംബറിൽ അവിടെ ഒരു ബസ് കത്തിയിരുന്നു, തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്. ആ ബസ് കത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് ആളുകൾ, അവർ PDP പ്രവർത്തകരാണ്, ആ ബസ് തടഞ്ഞു നിർത്തുന്നു. അതിലെ അത് ബസ് റോട്ടിൽ നിന്ന് ഉള്ളോട്ടേക്ക് കൊണ്ടുവന്നു, വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, യാത്രക്കാരെയും ഡ്രൈവറെയും കണ്ടക്ടറെയൊക്കെ ഇറക്കുന്നു. എന്നതിന് ശേഷം തീ വെച്ചു. അത് ക്രിമിനൽ പ്രവർത്തനമാണെന്ന് വെച്ചാൽ നിശ്ചയമായിട്ടും ക്രിമിനൽ പ്രവർത്തനമാണ്. ഒരു മനുഷ്യൻ്റെ ഒരു രോമത്തിന് പോലും പൊള്ളലേറ്റിട്ടില്ല. ആ കേസിൽ 16 പ്രതികളുണ്ട്. 16 ആളുകൾക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. എന്താണ് UAPA എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീകരപ്രവർത്തന വിരുദ്ധ നിയമം. എന്താണ് ഭീകരത? എന്താണ് ആക്രമണം? എന്താണ് തെറ്റ്? എന്താണ് ക്രിമിനലിസം? ഇതേക്കുറിച്ചുള്ള നമ്മുടെ മാധ്യമ സമൂഹത്തിൻ്റെ, പൊതുസമൂഹത്തിൻ്റെ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, നമ്മുടെ ലീഗൽ ഫ്രറ്റേണിറ്റിയുടെ അവരുടെ അടിസ്ഥാന ഭാവന എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും മികച്ച ഒരു എന്താ പറയുക, ഒരു കേസ് സ്റ്റഡിയാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. നമുക്ക് ഒരു ബസ് കത്തിക്കുന്നു, ആ ബസ് കത്തിച്ചിൽ ഒരാൾക്ക് പോലും ഒരു രോമത്തിന് പോലും പരിക്ക് പറ്റുന്നില്ല. അതിൽ 14 പ്രതികളുണ്ടാവുന്നു. മുഴുവൻ പ്രതികൾക്കെതിരെ UAPA ചുമത്തുന്നു. അത് കേരളത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയ വിവാദവും ചർച്ചയൊക്കെ ആവുന്നു. അതേ സ്ഥലത്ത് മറ്റൊരു ആക്രമണത്തിൽ 8 ആളുകൾ കൊല്ലപ്പെടുന്നു, 50-ലേറെ പേർക്ക് പരിക്കേൽക്കുന്നു. അതിലൊരു പ്രതി മാത്രം അയാൾക്കെതിരെ ചുമത്തിയ UAPA പോലും ഭരണകൂടം ഇടപെട്ട് പിൻവലിക്കുന്നു. കോടതിയല്ല, അത് മനസ്സിലാക്കണം, ഭരണകൂടം ഇടപെട്ട് പിൻവലിക്കുന്നു. അപ്പോൾ എന്താ കഥ? നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എങ്ങനെയാണ് ഒരാക്രമണം ഒരു ഭീകരാക്രമണമാകുന്നത്? എങ്ങനെയാണ് ഒരു ആക്രമണം ഭീകരാക്രമണമാകുന്നത് എന്നുള്ളത് അതിൻ്റെയും ഏറ്റവും മികച്ച ഉദാഹരണമാണ് തൊട്ടടുത്ത ദിവസം 2023 ഒക്ടോബർ 30 ഇറങ്ങിയ പത്രങ്ങൾ. അന്നത്തെ ഒരു പത്രത്തിൻ്റെ തലക്കെട്ട്, മാതൃഭൂമി പത്രത്തിൻ്റെ തലക്കെട്ടാണ്, ആദ്യം ഭീകരാക്രമണം, പിന്നെ പഴയ വിശ്വാസിയുടെ പ്രതിഷേധം. ഇതാണ് തലക്കെട്ട്. ഈ തലക്കെട്ടൊന്നും മനസ്സിലാക്കേണ്ടത്. അത് വിചാരിച്ച് ഭീകരാക്രമണം. അപ്പോൾ ഭീകരാക്രമണം ആണെങ്കിൽ എന്താവണം? ആളുകൾ കൊല്ലപ്പെടുന്നുണ്ടോ? ഭീകരത ടെററൈസ് ചെയ്യുക എന്നുള്ളതാണോ? ടെററൈസ് തന്നെ മനുഷ്യരെ ടെററൈസ് ചെയ്യണം, മനുഷ്യരെ ഭയപ്പെടുത്തണം. അതല്ല, വേറെ ചില കോംബോ ഉണ്ട്. അതിൻ്റെ കോംബോ എന്താണ്? അത് പ്രതി മാർട്ടിനാവുന്നതോടുകൂടി അത് ഭീകരാക്രമണം അല്ലാതായി മാറാം. അത് കൃത്യമായിട്ട് ഈ വാർത്തയിൽ പറയുന്നുണ്ട് കേട്ടോ. എന്താ അറിയോ? മാർട്ടിനുമായുള്ള പോലീസ് സംഘം കളമശ്ശേരിയിലെത്തിയതിൻ്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. അതോടെ ഭീകരാക്രമണ സാധ്യതയിൽ നിന്ന് വിശ്വാസിയായിരുന്ന ഒരാളുടെ പ്രതിഷേധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇവൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴേക്ക് എന്താണ്? ഭീകരാക്രമണം ഒന്നും ഇല്ലാതായി കഴിഞ്ഞു. ഇതിങ്ങനെ പച്ചക്ക് എഴുതാനും പറ്റുന്നുണ്ട്. അതാണ് പ്രൊട്ടസ്റ്റ്. വിശ്വാസിയായിരുന്ന ഒരാളുടെ പ്രതിഷേധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അത്രയേ ഉള്ളൂ. ആളുകൾ കൊല്ലപ്പെട്ടത് വിഷയമല്ല, പരിക്ക് പറ്റിയത് വിഷയമല്ല. ഇങ്ങേരുടെ ഐഡിയോളജി, അതാണ് അതിലേറ്റവും ഭീകരമായിട്ടുള്ളത്. ഇങ്ങേരുടെ ഐഡിയോളജി എന്തായിരുന്നു? അങ്ങനെ തന്നെ പറഞ്ഞാണല്ലോ, അയാൾ ഒരു അൾട്രാ നാഷണലിസ്റ്റ് ഐഡിയോളജി വെച്ചുകൊണ്ടാണ് അയാൾ ഈ ആക്രമണം നടത്തിയത്. അങ്ങേര് തന്നെ പറഞ്ഞു. എന്താണ് ഇവരുടെ പ്രശ്നം? അവർ നമ്മുടെ ദേശീയ മാനബിന്ദുക്കളെ ബഹുമാനിക്കുന്നില്ല. അവർ പട്ടാളത്തിൽ ചേരാൻ നിരുത്സാഹപ്പെടുത്തുന്നു, സർക്കാർ ജോലിയെ നിരുത്സാഹപ്പെടുത്തുന്നു. യഹോവ സാക്ഷികൾ ദേശീയ ഗാനം ചൊല്ലുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള നാഷണലിസ്റ്റ് ഐഡിയാസിൽ നിന്നുകൊണ്ടാണ് ഇങ്ങേര് പ്രസംഗിക്കുന്നതും. അതുകൊണ്ടാണ് ഇയാൾ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് അയാൾ സംസാരിക്കുന്ന ആരോടാ?
മോഡിജിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അയാളുടെ വീഡിയോ. ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ഹിന്ദിയിൽ സംസാരിച്ചതിന് ശേഷമാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ. അപ്പോൾ ഇത് ഇത് മലയാളത്തിൽ ഈ പത്രമാണെങ്കിൽ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യന് കൊടുത്ത മുഖ്യ തലക്കെട്ട്, ലീഡ് തലക്കെട്ടാണ് ട്വിസ്റ്റ് ഇൻ ദ ടെയിൽ എന്നാണ്. ട്വിസ്റ്റ് ഇൻ ദ ടെയിൽ, നോ ടെറർ ആംഗിൾ ഇൻ IED ബ്ലാസ്റ്റ്. ഒരു ടെറർ ആംഗിളും ഇല്ല. അപ്പോൾ ഇത് ഒരു നിലക്കും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, ആ ഐഡിയ ആരാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ റൈറ്റ് വിങ് ക്രിസ്ത്യൻ എക്സ്ട്രീമിസം, നാഷണലിസ്റ്റ് ക്രിസ്ത്യൻ എക്സ്ട്രീമിസം എന്ന് പറയുന്നത് ലോകത്തെങ്ങുള്ളൊരു പ്രതിഭാസമാണ്. അമേരിക്കയിൽ മറ്റേ കൂക്ലസ് ക്ലാൻ എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള നാഷണലിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ക്രിസ്ത്യൻ നാഷണലിസമാണ് അവരുടെ. ഇതേ തരത്തിലുള്ള ക്രിസ്ത്യൻ നാഷണലിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് സംഭവിക്കുന്നത്. അവരെന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ ഐഡിയയാണ് ഈ മനുഷ്യൻ പറയുന്നത്. പക്ഷേ ഇതിൽ ഒരു ഗൂഢാലോചനയും ഇല്ല, ഒരു പുറത്തുനിന്നുള്ള ഒരു ഇതുമില്ല, വേറെ ഒരു പ്രതിയും ഇല്ല. ആ ഉള്ള പ്രതിക്ക് തന്നെ UAP ഇല്ല. വെറും സ്ഫോടന കേസ് മാത്രമാകുകയാണ്. എന്താണ് ഇത് ഞാൻ പറയുന്നത്? മാധ്യമങ്ങളും ഭരണകൂടവും നിയമ സംവിധാനങ്ങളും പോലീസിങ്ങും നമ്മുടെ പൊതുമനസ്സും എല്ലാം എങ്ങനെയാണ് ഭീകരതയെ അല്ലെ കുറ്റകൃത്യത്തെ കാണുന്നത്? ഒരു കുറ്റകൃത്യത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനെങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അതിനോട് എങ്ങനെയാണ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അങ്ങേയറ്റം വംശീയവും വർഗീയവുമായിട്ടുള്ള ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. എന്തെല്ലാം വ്യാഖ്യാനങ്ങളുണ്ടായി. പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇതാഘോഷിച്ചില്ല എന്ന് പറയാമല്ലോ. മാധ്യമങ്ങൾ 4 മണി വരെ ആഘോഷിച്ചു. അന്ന് കേരളത്തിലെ അറിയപ്പെട്ട ഒരു ജേർണലിസ്റ്റ് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ യഹോവ സാക്ഷികളുടെ കൺവെൻഷനായത് കാരണം യഹോവ സാക്ഷികൾ യഹൂദരാണെന്ന് തെറ്റിദ്ധരിച്ച് എന്താണ് ഗസ അനുകൂലി ഫലസ്തീൻ അനുകൂലികൾ നടത്തിയതായിരിക്കും എന്നാണത്. ആളിപ്പോൾ CPMൻ്റെ പ്രധാനപ്പെട്ട മാധ്യമ ചുമതലയിൽ നിൽക്കുകയാണ്. ഇത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും അങ്ങേയറ്റത്തെ മുസ്ലിം വിരുദ്ധത, ഇസ്ലാമോഫോബിയ വിളമ്പി ആഘോഷിച്ച് തമർക്കുന്നതിനിടയിലാണ് യാഥാർത്ഥ്യം വരുന്നത്. യാഥാർത്ഥ്യം വരുമ്പോൾ എന്താണ് അതൊരു നിസ്സാര സംഭവമായി മാറുകയാണ്. നമ്മൾ എന്തുകൊണ്ട് കളമശ്ശേരിയെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെന്താണ് പുരോഗമന മതേതര പ്രബുദ്ധ കേരളം എന്ന നാട്യം അത് എത്രത്തോളം ദുർബലമായ ഒരു സംഗതിയായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതുകൊണ്ടാണ്.